ഹായ് ഫ്രണ്ട്സ്, അടുത്ത പ്രോപ്പർട്ടീസ് ആണെന്ത്? അടുത്ത DFT പ്രോപ്പർട്ടീസിൽ നമുക്ക് നോക്കാൻ പോണതാണ് സർക്കുലർ ടൈം ഷിഫ്റ്റ് പ്രോപ്പർട്ടി. സർക്കുലർ ടൈം ഷിഫ്റ്റ് പ്രോപ്പർട്ടി നോക്കിക്കേ, എക്സ് ഓഫ് എൻ എന്നുള്ള സീക്വൻസിന്റെ DFT എക്സ് ഓഫ് കെ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് എൻ മൈനസ് എൽ മോഡുലോ എൻ, ഈ മോഡുലോ എൻ റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പൊ എക്സ് ഓഫ് എൻ മൈനസ് എൽ മോഡുലോ എൻ, അതായത് ടൈമിൽ ഒരു ഷിഫ്റ്റ് വന്നു. ഇവിടെ എപ്പോഴും സർക്കുലർ ഷിഫ്റ്റ് ആണ് DFTയുടെ കേസിൽ പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ DFT എന്തായിരിക്കും? എന്താണോ ഇവിടെ ഷിഫ്റ്റ് ആയത് മൈനസ് എൽ യൂണിറ്റ്സ് ആണ്. സോ ദാറ്റ് മൈനസ് എൽ വിൽ അപ്പിയർ ഹിയർ, അല്ലെ, ഇൻ ദി e raised to minus j 2 pi by n kl ടേം, അല്ലെ. ഈ ടേമിൽ ഇവിടെ എന്തും കൂടെ അപ്ലൈ ചെയ്യാം, ഒരു മൈനസ് എൽ ടേം. അതായത് ഇവിടെ എന്താണോ നിങ്ങൾ ഷിഫ്റ്റ് ആയത് e raised to, നമ്മുടെ ഇക്വേഷനകത്ത് e raised to minus j 2 pi by n k n എന്നുണ്ട്. ആ എന്നിന് പകരം ഇവിടെ എന്ത് വരും? എന്താണോ ഷിഫ്റ്റ് ആയത് ആ ടേം ഇവിടെ എൽ ആയിട്ട് വരും. അപ്പൊ നമുക്കിത് പ്രൂവ് ചെയ്യണം. പ്രൂഫ് നോക്കിക്കേ, നമ്മൾ ആദ്യം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? DFT ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എൽ മോഡുലോ എൻ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ. അപ്പൊ എന്തിന്റെ DFT ആണോ കണ്ടുപിടിക്കേണ്ടത്, അതെങ്ങനെയാ നമ്മൾ എഴുതുക? സിഗ്മയുടെ അടുത്ത് അത് എഴുതുക, സിഗ്മ എൻ DFT ഇക്വേഷനകത്ത് എക്സ് ഓഫ് എൻ മൈനസ് എൽ മോഡുലോ എൻ, അതാണ് നമ്മുടെ ഇൻപുട്ട്. അത് സിഗ്മയുടെ അടുത്ത് എഴുതി. ബാക്കി DFT ഇക്വേഷനകത്ത് e raised to minus j 2 pi by n k. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ നോക്കുക, ഈ എൻറ്റയർ സമ്മേഷനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് 0 to n minus 1 എന്നുള്ള റേഞ്ചിനെ ഞാൻ 0 to l minus 1ഉം then l to n minus 1ഉമായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് എനിക്കിപ്പോൾ 10 സംഖ്യ ആഡ് ചെയ്യണം. അപ്പം ആദ്യം 5 എടുത്ത് ആഡ് ചെയ്തു, പിന്നെ 5 എടുത്ത് ആഡ് ചെയ്തു, പിന്നെ 5 വരെ ആഡ് ചെയ്തതും 5 വരെ ആഡ് ചെയ്തതും കൂടെ ആഡ് ചെയ്തു. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 10ന്റെ സമ്മേഷൻ കിട്ടും. അതുപോലെ ഇടയ്ക്ക് എൽ എന്നുള്ളൊരു വേരിയബിൾ എടുത്തു, ആ എൽ തൊട്ട് വീണ്ടും 0 to l minus 1 ആദ്യം ആഡ് ചെയ്തു, പിന്നെ l തൊട്ട് n minus 1 വരെ ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ സമ്മേഷനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ? സിഗ്മ എൽ ഈക്വൽ ടു n ഈക്വൽ ടു എവിടെ തൊട്ട്? ആദ്യം 0 to l minus 1 എക്സ് ഓഫ് n മൈനസ് എൽ മോഡുലോ n e raised to minus j 2 pi by n kn plus sigma, നെക്സ്റ്റ് എവിടെ തൊട്ടാ? n ഈക്വൽ ടു l to n minus 1. അപ്പോൾ 0 to l minus 1 then l to n minus 1, l to n minus 1 x of n minus l മോഡുലോ n e raised to minus j 2 pi by n k. ഈ ഇക്വേഷൻ ഇത് തന്നെ ഒരു രണ്ട് സമ്മേഷനായിട്ട് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പാർട്ടായിട്ട് എടുക്കുക. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. നമ്മൾ സിംപ്ലിഫിക്കേഷൻ എളുപ്പത്തിന് വേണ്ടി ഫസ്റ്റ് പാർട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഫസ്റ്റ് പാർട്ട് എന്താണ്? പകുതി ഡിവിഷൻ. സിഗ്മ n ഈക്വൽ ടു 0 to l minus 1 എക്സ് ഓഫ് n minus l മോഡുലോ n e raised to minus j 2 pi by n k. ഈ ഇക്വേഷനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സർക്കുലർ ഷിഫ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് n മൈനസ് എൽ മോഡുലോ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഓഫ് സിഗ്മ n ഈക്വൽ ടു 0 to l minus 1 എക്സ് ഓഫ് n മൈനസ് എൽ സർക്കുലർ ഷിഫ്റ്റ് n അല്ലെങ്കിൽ മോഡുലോ n. അത് നമുക്ക് ലീനിയർ ഷിഫ്റ്റ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സിംഗിൾ ബ്രാക്കറ്റ് ആക്കുക, ഈ n ഈ ടേമിന്റെ കൂടെ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് n പ്ലസ് n മൈനസ്. റിമൈനിങ് എന്താ ഉള്ളത്? e raised to minus j 2 pi by n k. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ അസ്യൂം ചെയ്യാണ് സൈഡിൽ. പുട്ട് ഈ വാല്യൂസിന് പകരം ഞാൻ m കൊടുക്കുന്നു. പുട്ട് m ഈക്വൽ ടു n പ്ലസ് n മൈനസ് l. അപ്പൊ നോക്കിക്കേ, ഞാൻ എല്ലാം എമ്മിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന് ഞാൻ m എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ
എമ്മിലോട്ട് ആക്കണമെങ്കിൽ സമ്മേഷൻ എമ്മിലോട്ട് ആക്കണം അല്ലേ? അപ്പൊ എന്നിന് 0 കൊടുക്കുമ്പം എം എന്ത് കിട്ടും? എന്നിന് L-1 കൊടുക്കുമ്പം എം എന്ത് കിട്ടും നോക്കാം. വെൻ n ഈക്വൽ ടു 0 എം ഈക്വൽ ടു എന്ത് വരും? ഞാൻ എന്നിന് 0 കൊടുക്കുമ്പോൾ എം എന്ത് വരും? n-l അല്ലേ? ഇനി എന്താ അപ്പർ ലിമിറ്റ്? L-1. വെൻ n ഈക്വൽ ടു L-1 എന്ത് വരും? എം m ഈക്വൽ ടു n പ്ലസ് സ്മോൾ എന്നിന് പകരം എന്ത് കൊടുക്കുക? L-1 മൈനസ് l അല്ലേ? അപ്പൊ ഈ മൈനസ് എൽ പ്ലസ് എൽ ക്യാൻസൽ ചെയ്തു പോവും. അപ്പൊ ലിമിറ്റ് എന്തായി? എമ്മിന്റെ ലോവർ ലിമിറ്റ് n-l അപ്പർ ലിമിറ്റ് എന്തും കിട്ടി? n-1. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ ഫുള്ള് എമ്മിലോട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായി? സിഗ്മ n ഈക്വൽ ടു 0 ടു L- എമ്മിലോട്ട് ആക്കുക. എം ഈക്വൽ ടു എമ്മിന്റെ വേരിയബിൾ ഇവിടെ തൊട്ടാ n-l തൊട്ട് n-1 വരെ. സോ n-l ടു എന്നിനെ നമ്മൾ എമ്മിലോട്ട് ആക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് ഒഴിവാക്കാം. എന്നിന് പകരം എം കൊടുക്കാം. എം ഈക്വൽ ടു എന്താണ് ലോവർ ലിമിറ്റ്? n-l. എമ്മിന് അപ്പർ ലിമിറ്റ് എന്താണ്? n-1. ബാക്കി എന്താണ്? x ഓഫ് n പ്ലസ് n-l നമ്മൾ എന്താ കൊടുത്തത്? x ഓഫ് n. ഓക്കെ ആണോ? e റൈസ് ടു മൈനസ് j 2π/n k ഇൻറ്റു n. ഇനി നമ്മുടെ ഇക്വേഷനിൽ ആവശ്യമില്ല. എന്നിന് പകരം എല്ലാം നമ്മൾ എന്ത് കൊടുക്കുക? എമ്മിൽ കൊടുക്കുക. ഈ ഇക്വേഷനകത്ത് n എന്ത് കിട്ടുമോ? m പ്ലസ് എൽ മൈനസ് n എന്ന് കിട്ടും അല്ലേ? m പ്ലസ് എൽ മൈനസ് n. m പ്ലസ് എൽ മൈനസ് n അല്ലേ? സ്മോൾ എന്നിന് പകരം ഇവിടെ നിന്ന് എന്ത് കൊടുക്കുക? ഈ എം പ്ലസ് മൈനസ് എൽ ഇപ്പുറത്ത് വരുമ്പം എം പ്ലസ് എൽ, n ഇപ്പുറത്ത് വരുമ്പം മൈനസ് എൻ. സോ എം പ്ലസ് എൽ മൈനസ് എൻ. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? സിഗ്മ എം ഈക്വൽ ടു n-l ടു n-1 x ഓഫ് m e റൈസ് ടു മൈനസ് j 2π/n. ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു k വെച്ചിട്ട്. m പ്ലസ് എൽ മൈനസ് എൽ അല്ലേ? ഈ ടേമിനെ ഫുൾ ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വരും? k ഇൻറ്റു എം പ്ലസ് എ റൈസ് ടു എം പ്ലസ് എൻ എന്താണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു. അപ്പൊ ഈ ടേമിനെ എന്നിനൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇ റൈസ് ടു മൈനസ് j 2π/n k ഇൻറ്റു മൈനസ് എൻ. ഓക്കെ ആണോ? ഇ റൈസ് ടു ടേം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് എം പ്ലസ് എൽ ഇൻറ്റു ദിസ് ടേം, ദിസ് മൈനസ് എൻ ഇൻറ്റു ദിസ് ടേം. ഓക്കെ, ഇനി ഈ മൈനസ് എന്നും ഈ എന്നും കൂടെ ക്യാൻസൽ ആവും. ഈ മൈനസ് മൈനസും എന്താവും? പ്ലസ് ആവും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇ റൈസ് ടു പ്ലസ് j 2πk. ഇ റൈസ് ടു j 2πkയുടെ ആൻസർ എന്താണ്? എപ്പോഴും 1 ആണ്. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ റൈസ് ടു j 2π എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ റിമൈനിങ് എന്ത് വരും ഇവിടെ? സിഗ്മ m ഈക്വൽ ടു n-l ടു n-1 x ഓഫ് m e റൈസ് ടു മൈനസ് j 2π/n ഇൻറ്റു k ഇൻറ്റു m പ്ലസ് എൽ. e റൈസ് ടു മൈനസ് j 2π/n k ഇൻറ്റു m പ്ലസ് എൽ. ഓക്കെ, ഈ ടേം എന്തായിപ്പോയി? 1 ആയി. ബാക്കി റിമൈനിങ് ടേംസ് അതുപോലെ എടുത്തെഴുതി. ഓക്കെ അല്ലേ? ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തു. ഇതുപോലെ ഇനി എന്താ? സെക്കൻഡ് പാർട്ടിനെ സിംപ്ലിഫൈ ചെയ്യണം. അടുത്ത് നമ്മൾ സെക്കൻഡ് പാർട്ട് എടുക്കുക. സെക്കൻഡ് പാർട്ട് സമ്മേഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് പാർട്ട് എന്താണ്? സിഗ്മ L-1 വരെ അവിടെ എടുത്തു. L ടു n-1 x ഓഫ് n-l മോഡുലോ n e റൈസ് ടു മൈനസ് j 2π/n k. നേരത്തെ പോലെ സിഗ്മ n ഈക്വൽ ടു L n-1 ഇത് സർക്കുലർ ഷിഫ്റ്റിനെ ലീനിയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. n പ്ലസ് n-l n ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഇ റൈസ് ടു മൈനസ് j 2π/n k. സെയിം പ്രൊസീജിയർ. ഇത് നമ്മൾ ഒരു ടേം അസ്യൂം ചെയ്തു. പുട്ട്
m ഈക്വൽ ടു n പ്ലസ് n മൈനസ് l അല്ലേ? അതുപോലെ ഇവിടെ എന്താ ലോവർ ലിമിറ്റ് കൊടുക്കുക. വെൻ n ഈക്വൽ ടു l ഇക്വേഷൻ എന്താവും? m ഈക്വൽ ടു n പ്ലസ് l മൈനസ് l ദാറ്റ് ഇസ് m ഈക്വൽ ടു n. അപ്പൊ എന്നിന് ലോവർ ലിമിറ്റ് ആയി l കൊടുക്കുമ്പം m n ആവും അല്ലേ? ഇനി അപ്പർ ലിമിറ്റ് എന്താണ്? n മൈനസ് 1. when n equal to n minus 1 ഇക്വേഷൻ എന്താവും? m equal to n ന് പകരം എന്ത് കൊടുക്കുക? n minus 1. m equal to എന്ത് വരും? ഈ ഇക്വേഷനകത്ത് n ന് പകരം എന്ത് കൊടുക്കുക? n minus 1. സോ n പ്ലസ് n minus 1 ബാക്കി എന്തുണ്ട്? മൈനസ് l. ദാറ്റ് ഈസ് n പ്ലസ് n 2n മൈനസ് l മൈനസ് 1. അപ്പം ഇത് ഒരു ലിമിറ്റ് കിട്ടി, ഇത് വേറെ ലിമിറ്റ് കിട്ടി. അപ്പം നോക്കിക്കേ, ഈ ലിമിറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ എല്ലിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക, എന്നിൻ്റെ വാല്യൂ 4 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം എമ്മിൻ്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെ വരും? 4 തൊട്ട് 2 into 4 8. 8 minus 2 6. 6 minus 1 5. അതായത് 4 5 എന്നുള്ള അടുത്തടുത്ത വാല്യൂസ് വരും അല്ലേ? ഇനി ഞാൻ ഇങ്ങനൊരു ലിമിറ്റ് കൊടുക്കുന്നു, n മൈനസ് 1 മൈനസ് l എന്നുള്ള ലിമിറ്റ്. ഇതേ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എല്ലിൻ്റെ വാല്യൂ എത്ര? 2. എന്നിൻ്റെ വാല്യൂ ഞാൻ 4 കൊടുത്തു. അപ്പോൾ എത്ര? 4 മൈനസ് 1 മൈനസ് 2 അല്ലേ? 4 മൈനസ് 1 3. 3 മൈനസ് 2 എത്ര കിട്ടും? 1. അപ്പോൾ അത്ര ഓക്കെ ആണല്ലോ. എന്നിൻ്റെ വാല്യൂ 4 എന്ന് അസ്യൂം ചെയ്തിട്ട് എല്ലിൻ്റെ വാല്യൂ 2 എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഞാൻ ഈ ലിമിറ്റ് വെച്ച് നിങ്ങളുടെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെ വരും? 4 to 5. ഇനി ഈ ലിമിറ്റ് വെച്ച് ഞാൻ 1 കൊടുത്തു. ഞാൻ 0 തൊട്ട് 1 വരെ എടുത്തു. അതായത് n to 2n മൈനസ് l മൈനസ് 1ന് പകരം ദാറ്റ് ഈസ് n to 2n മൈനസ് l മൈനസ് 1 എന്നുള്ള ലിമിറ്റിന് പകരം 0 to n മൈനസ് 1 മൈനസ് l എന്ന് കൊടുത്തു. ഓക്കെ, n to 2n മൈനസ് l മൈനസ് 1 ഈ എക്സാമ്പിൾ വെച്ചിട്ട് എവിടെ തൊട്ട് എവിടെ വരെ വരുന്നത്? 4 to 5. ഈ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് 0 to n മൈനസ് 1 മൈനസ് l എന്നുള്ള ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ വരുന്നത്? 0 തൊട്ട് ഇവിടെ കണ്ടുപിടിച്ചു 1 വരെ. ഓക്കെ ആണോ? ഈ രണ്ട് ലിമിറ്റിലും നമ്മൾ DFTയുടെ കേസിൽ എന്തായിരിക്കും? ഈ ലിമിറ്റിലുള്ള വാല്യൂസ് രണ്ടും സെയിം ആയിരിക്കും. അതൊന്ന് മനസ്സിലാക്കി തരാം. അതായത് ഇപ്പം നിങ്ങൾക്കൊരു സീക്വൻസ് ഉണ്ട്, 0 1 2 n ഈക്വൽ ടു 4 ആണ് നമ്മൾ അസ്യൂം ചെയ്തത് അല്ലേ? അപ്പോൾ 0 1 2 3 വരെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ 0യുടെ വാല്യൂ 1, ഇതിൻ്റെ വാല്യൂ 2, ഇതിൻ്റെ വാല്യൂ 3, ഇതിൻ്റെ വാല്യൂ 4 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ ആണോ? ഇത് തന്നെയായിരിക്കും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. 4 5 6 7 അടുത്ത വാല്യൂസ് 4 എണ്ണം എന്ത് തന്നെ ആയിരിക്കും? ഈ സീക്വൻസ് 1 2 3 4 അടുത്ത പൊസിഷനിൽ റിപ്പീറ്റ് ചെയ്യും പീരിയോഡിക് ആണെങ്കിൽ അല്ലേ? 1 2 3 4. അപ്പോൾ നമ്മൾ DFT പീരിയോഡിസിറ്റി ഒബേ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോം ആണ് അല്ലേ? അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 0 തൊട്ട് 1 വരെ നിങ്ങൾക്ക് എന്താ വാല്യൂ? 1ഉം 2. ഈ 4 തൊട്ട് 5 വരെ എന്താ വാല്യൂ? 1ഉം 2. മനസ്സിലായോ? 0 തൊട്ട് 1 വരെ എൻ്റെ വാല്യൂ 1 2 ആണ്. 4 to 5 വരെ എൻ്റെ വാല്യൂ എന്താണ്? 1ഉം 2 ആണ്. അപ്പൊ എനിക്ക് ഈ ലിമിറ്റിനെ ചേഞ്ച് ചെയ്ത് ഈ ലിമിറ്റിൽ എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ലിമിറ്റിനെ ചേഞ്ച് ചെയ്തു, എല്ലാം എന്തിലോട്ടാക്കി? എമ്മിലോട്ടാക്കി. ആ എം വാല്യൂസ് ഇനി പുതിയ ലിമിറ്റ് വെച്ച് ഇങ്ങോട്ട് എഴുതാൻ പോവാം. അപ്പോൾ എന്ത് വരും ഇക്വേഷൻ?
2 എങ്ങനെയാവും? സിഗ്മ എല്ലാം എമ്മിലായി. എം ഈക്വൽ ടു നമ്മളിപ്പം കണ്ടുപിടിച്ച ലിമിറ്റ് എന്താ? 0 to n മൈനസ് എൽ മൈനസ് 1. കാരണം എന്താ? n to 2n മൈനസ് എൽ മൈനസ് 1 നമുക്ക് കിട്ടിയത്. പക്ഷെ ആ ലിമിറ്റ് എന്തിന് സെയിം ആണ്? 0 to n മൈനസ് 1 മൈനസ് എൽ ഇൻറ്റു എക്സ് ഓഫ് എം ഇ റൈസ് ടു മൈനസ് എക്സ് ഓഫ് എം എന്താ? ഇതിന് പകരം എം കൊടുത്തു എക്സ്. ഇനി ഇവിടെ എന്നിന് പകരം കൂടെ മാറ്റി കൊടുക്കണം. ഇ റൈസ് ടു മൈനസ് ജെ 2π/n കെ ഇൻറ്റു എന്നിന് പകരം എന്ത് കൊടുക്കുക? എന്നിന് പകരം ഈ മൈനസ് എൽ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് എൽ ആവും, എൻ ഇപ്പുറത്ത് വരുമ്പം മൈനസ് ആവും ഇല്ലേ? അപ്പം എം പ്ലസ് എൽ മൈനസ് എൻ. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യുക? സിഗ്മ എം ഈക്വൽ ടു 0 to n മൈനസ് എൽ മൈനസ് 1 എക്സ് ഓഫ് എം ഇ റൈസ് ടു മൈനസ് ജെ 2π/n അകത്തോട്ട് ഗുണിക്കുന്നു കെ ഇൻറ്റു എം പ്ലസ് എൽ ഇൻറ്റു എ റൈസ് ടു എം പ്ലസ് എൻ എന്താണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എം ഇ റൈസ് ടു മൈനസ് ജെ 2π/n കെ ഇൻറ്റു മൈനസ് എൻ. ഈ എന്നും ഈ എന്നും ക്യാൻസലായി പോവും. ഈ ടേം എന്താ? മൈനസ് മൈനസും പ്ലസ് ആവും. ഈ ടേം എന്താവും? ഇ റൈസ് ടു ജെ 2πk. ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. നിങ്ങളുടെ റിമൈനിങ് ഇക്വേഷൻ എന്ത് വരും? സിഗ്മ എം ഈക്വൽ ടു 0 to n മൈനസ് എൽ മൈനസ് 1 എക്സ് ഓഫ് എം ഇ റൈസ് ടു മൈനസ് ജെ 2π/n കെ ഇൻറ്റു എം പ്ലസ് എൽ. അപ്പോൾ 2 എന്നുള്ള പാർട്ട് ഇങ്ങനെ സിംപ്ലിഫൈ ആയി. ഓക്കെ ആണോ? ഈ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണ് സിംപ്ലിഫൈ ആയത്? ഫസ്റ്റ് പാർട്ട് നമ്മൾ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്ത് വെച്ചത്? ലിമിറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് n മൈനസ് എൽ ടു n മൈനസ് 1 എക്സ് ഓഫ് എം ഇ റൈസ് ടു മൈനസ് ജെ 2π/n കെ എം പ്ലസ് എൽ. സെക്കൻഡ് പാർട്ടിനെ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിരുന്നത് ഇപ്പം തന്നെ ഇങ്ങനെ സിഗ്മ എം ഈക്വൽ ടു 0 to n മൈനസ് എൽ മൈനസ് 1 എക്സ് ഓഫ് എം ഇ റൈസ് ടു മൈനസ് ജെ 2π/n കെ എം ഇൻറ്റു എം പ്ലസ് എൽ. അപ്പോൾ ആ രണ്ട് പാർട്ട് സെപ്പറേറ്റ് എടുത്ത് നമ്മൾ ലിമിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി തിരിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എൽ മോഡുലോ എൻ ഈക്വൽ ടു ദിസ് ഇക്വേഷൻ പ്ലസ് ഫസ്റ്റ് പാർട്ട് പ്ലസ് ഇപ്പോൾ കണ്ടുപിടിച്ച സെക്കൻഡ് പാർട്ട് എന്താണ്? എം ഈക്വൽ ടു 0 to n മൈനസ് എൽ മൈനസ് 1 എക്സ് ഓഫ് എം ഇ റൈസ് ടു മൈനസ് ജെ 2π/n കെ ഇൻറ്റു എം പ്ലസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു, സിംപ്ലിഫൈ ചെയ്തു. സെക്കൻഡ് പാർട്ട് എടുത്തു, സിംപ്ലിഫൈ ചെയ്തു. ആ രണ്ട് പാർട്ടും തിരിച്ച് ഈക്വേഷനിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കി? ഇനി രണ്ടിൻ്റെയും പവർ കോമൺ ആണ്. ഇ റൈസ് ടു ടേം കോമൺ ആണ് അല്ലേ? എക്സ് ഓഫ് എമ്മും കോമൺ ആണ്. അപ്പം ഈ രണ്ട് ടേമും നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റും അല്ലേ? നോക്കിക്കേ, സമ്മേഷൻ ഇനി നോക്കിക്കേ. സമ്മേഷൻ നോക്കിക്കേ, 0 to n മൈനസ് എൽ മൈനസ് 1 വരെ ഇവിടെ. അതിൻ്റെ തൊട്ടടുത്ത ടേം എന്തുമായിരിക്കും? n മൈനസ് എൽ മൈനസ് 1ൻ്റെ തൊട്ടടുത്ത ടേം എന്താ? n മൈനസ് എൽ അല്ലേ? n മൈനസ് എല്ലിന് തൊട്ട് മുമ്പത്തെ ടേമാണ് n മൈനസ് എൽ മൈനസ് 1. അപ്പം തൊട്ടടുത്ത ടേമാണ് n മൈനസ് എൽ. തൊട്ട് ബാക്കി എന്താ? n മൈനസ് 1 വരെ. രണ്ട് സമ്മേഷൻ പകുതി പകുതിയായിട്ടല്ലേ ഈ ആഡ് ചെയ്തേക്കുന്നത്? അതായത് 0 തൊട്ട് 10 വരെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം 0 to 5 ആഡ് ചെയ്തു, പിന്നെ 6 to 10 ആഡ് ചെയ്തു. അതേ മെത്തേഡല്ലേ ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒറ്റ സമ്മേഷനാണ്. സിഗ്മ എം ഈക്വൽ ടു 0 to n മൈനസ് 1. അത് 10 വരെ ഒറ്റയടിക്ക് ആഡ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവിടെ 0 തൊട്ട് ഒരു പകുതി വരെ എടുത്തു, ബാക്കി പകുതി തൊട്ട് പകുതി വരെ ഇവിടെ ആഡ് ചെയ്തു. കാരണം ഈ രണ്ട് ടേംസും സെയിം ആണ്. അപ്പോൾ ഒറ്റയടിക്ക് എനിക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? എക്സ് ഓഫ് എം ഇ റൈസ് ടു മൈനസ് ജെ 2π/n കെ ഇൻറ്റു എം പ്ലസ് എൽ. ഓക്കെ ആണോ? ഇനി ഇതൊന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സിഗ്മ എം ഈക്വൽ ടു 0 to n മൈനസ് 1 എക്സ് ഓഫ് എം ഇ റൈസ് ടു മൈനസ് ജെ 2π/n കെ എം ഇൻറ്റു അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇ റൈസ് ടു മൈനസ് ജെ 2π/n കെ എൽ. ഈ ടേം കൊണ്ട് രണ്ടിനെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ അതേ ഫോമുല കിട്ടും. അപ്പോൾ നോക്കിക്കേ,
ഇതിനകത്ത് എം ആണ് വേരി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിവിടെ ഉണ്ട്. ഇത് കോൺസ്റ്റൻ്റ്, ഇതിനകത്ത് എം വേരി ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തെടുത്തു, സിഗ്മയ്ക്ക് പുറത്തെടുത്തു. e⁻j 2π/n k. ബാക്കി ഇവിടെ എന്തുണ്ട്? സിഗ്മ m = 0 to n-1 x of m e⁻j 2π/n k. ഓക്കെ ആണോ? ഇതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇക്വേഷനാ? എമ്മിൽ വേരി ചെയ്യുന്ന e⁻j 2π/n k. എക്സ് ഓഫ് എം എന്നുള്ളൊരു സീക്വൻസ് എടുത്താൽ അതിൻ്റെ DFT ഇക്വേഷൻ അല്ലേ കിടക്കുന്നത്? അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? e⁻j 2π/n kl into x of. നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തുവായിരുന്നു? DFT ഓഫ് x of n - l മോഡുലോ n. അതായത് സർക്കുലർ ടൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലൻ്റാ? ആ ഷിഫ്റ്റ് ചെയ്യുന്ന എത്ര യൂണിറ്റ് ആണോ -l, അത് e⁻j 2π/n kl ആയിട്ട് ഇവിടെ വരും. റിമൈനിങ് ടേമിൻ്റെ എന്ത് എടുക്കാം? DFT എടുക്കാം. ഓക്കെ.